പറ. അസ്സലാമലൈക്കും. നമ്മുടെ പേര് ബെന്നം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ. ഞാനിവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ നിന്നിട്ട് കുറച്ച് ബുദ്ധി ഇല്ലാത്തവർ എന്നെ കളിയാക്കുന്നുണ്ട്. നമുക്കത് ഇഗ്നോർ ചെയ്യാം, അത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മുടെ ഇന്ന് റമദാൻ 1. അപ്പോൾ റമദാൻ അപ്പോൾ ഞാൻ ഒരു പ്രൊഫഷണലായിട്ട് നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഇവർ ബാക്കിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. അപ്പോൾ നമ്മളെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റമദാൻ 1 ഇന്ന് റമദാൻ 1. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊരു പോൾ ഇട്ടായിരുന്നു, റമദാൻ വ്ളോഗ് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പം കൂടുതൽ ആൾക്കാർ യെസ് ആണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലവ്സ് മൈ വ്ളോഗ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഈ നോ പറഞ്ഞ ആൾക്കാർ പിന്നെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല, അവരെ കാര്യം അങ്ങ് വിട്ടേക്ക്. അവരെ പിന്നെ എന്താ പറയുക, വേണ്ട, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കേണ്ടി വരുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ മൊസ്കിറ്റോകൾ കരയുന്ന പോലെ ഇങ്ങനെ കുറച്ച് ബുദ്ധിയില്ലാത്ത, ഞാനൊന്നും പറയുന്നില്ല, നോമ്പെടുത്ത് നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഡിസ്റ്റർബൻസ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കം ടു ദ പോയിൻറ്റ്. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നോ പറഞ്ഞ ആൾക്കാർ പിന്നെ ഞാനത് അവരെ കാര്യം അങ്ങ് വിട്ടേക്ക്, അത് നമ്മൾ സംസാരിക്കുന്നില്ല ഇവിടെ. നമ്മൾ യെസ് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ രാവിലെ അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താ റമദാൻ വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലത്തെ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ രാവിലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കോമഡിയായി മാറി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അലാറം വെച്ചു, പക്ഷെങ്കിൽ അത് അറിഞ്ഞില്ല. എന്ത് തന്നെ ആയാലും ഒരു 4-4:30 മണിക്കെല്ലാം എണീക്കുമ്പോഴാണ് കറക്റ്റ് ഒരു എന്താ പറയുക ഇതായിട്ട് കിട്ടുള്ളൂ, സെറ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് എല്ലാം നമ്മൾ സാവധാനം ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എണീക്കുമ്പോഴത്തേക്കിന് നല്ല ലേറ്റ് ആയതുകൊണ്ട് ആകെ എന്തോ 20-25 മിനിറ്റ്സ് അങ്ങനെ എന്തോ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് ഷടപടയെന്ന് പറഞ്ഞിട്ട് എല്ലാം വേഗം ചെയ്തതുകൊണ്ട് ആ ഒരു വ്ളോഗ് എടുക്കേണ്ട ഒരു ഇതങ്ങ് കിട്ടിയില്ലായിരുന്നു, സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം തൊട്ടിട്ട് കാണിക്കാം. ഇപ്പോൾ സമയം വന്നിട്ട് 1 മണിയാവാൻ പോകുന്നു തോന്നുന്നു. അപ്പോൾ നമുക്ക് നോമ്പായത് കൊണ്ട് തന്നെ നമുക്ക് ഉച്ചക്ക് ചോറ് കഴിക്കാൻ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പം എന്ന് വെച്ചാൽ കുറച്ച് പണികളുണ്ട് വീട്ടിൽ. കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം, വീടെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. പിന്നെ ഒരു 4 മണി തൊട്ടിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഞാൻ ഒറ്റക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിൻ്റെ എല്ലാം എനിക്ക് വ്ളോഗ് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മളെ ഉമ്മ വീട്ടിലേക്ക് ലാൻഡ് ചെയ്യും. ഉമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയണ്ടേ, ഈ ഒരു എല്ലാം മാനേജ് ചെയ്യുന്നതിൽ കുറച്ചൊരു മോചനം കിട്ടും. അപ്പം നമ്മളുമ്മ ഇപ്പോൾ ഒരു രാത്രിയാവും എത്താനും തോന്നുന്നു. എന്തായാലും മരുബലം കഴിയും എത്താൻ. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് വിട്ടിട്ടേ ഉള്ളൂ എന്നാണ് കിട്ടിയ സൂചന. അപ്പം ഞാൻ ഒറ്റക്ക് പണി ചെയ്യുന്നതിനാൽ എനിക്ക് കുറച്ച് ഉഷാറ് കുറവുണ്ടാവും. എപ്പോഴത്തെ പോലെ ഉഷാറുണ്ടാവില്ല, കാരണം അറിയാമല്ലോ എല്ലാവർക്കും നോമ്പാണ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഫസ്റ്റത്തെ നോമ്പ് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ടയേർഡായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഉഷാറ് കുറവുണ്ടാവും. അപ്പം ഞാൻ ഒറ്റക്കെല്ലാം മാനേജ് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വീടൊന്ന് അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി എടുക്കണം. കിച്ചണും ഇവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അത് കഴിഞ്ഞ് ഒരു 4 മണിയാകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം. റമദാനിൻ്റെ വ്ളോഗ് ഞാൻ മാക്സിമം പ്രോപ്പറായിട്ട് ഇടാൻ നോക്കാം. വ്ളോഗായിട്ട് എന്ന് പറയാൻ ഞാൻ ഫുള്ളും വ്ളോഗായിട്ട് എനിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ പെരുന്നാൾ വ്ളോഗ് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പെരുന്നാളെത്തി. അപ്പോൾ അങ്ങനെയല്ല, പെരുന്നാൾ ഇപ്പോൾ എന്തായാലും വരുമല്ലോ, അപ്കമിങ്. അപ്പോൾ അതുകൊണ്ട് പെരുന്നാൾ വരുന്ന സമയത്ത് പെരുന്നാളിൻ്റെ വ്ളോഗ് എന്തായാലും ഞാൻ ഇടണം മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷെ നോമ്പിൻ്റെ ഞാൻ കണ്ടിന്യൂസ് ഞാൻ എല്ലാ നോമ്പും വ്ളോഗ് ഇടുന്ന ഒരിക്കലും ഞാൻ പറയില്ല. പറ്റുന്നതിനനുസരിച്ചിട്ട് ഞാൻ മാക്സിമം എടുത്തിട്ട് ഇടാൻ നോക്കും. പക്ഷേ ഞാൻ ഷോർട്സ് ഞാൻ എന്തായാലും 30 ഇടണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് എനിക്ക് ഷോർട്സ്. അതിപ്പം പറ്റുന്നതിനനുസരിച്ചിട്ട് അതും ഇടാം. ഞാനൊന്നും നിങ്ങളുടെ അടുത്തൊന്നും ഉറപ്പ് പോകാൻ പറയുന്നില്ല. ഉറപ്പ് പറയുന്ന സമയത്ത് മേ ബി അത് ചിലപ്പം നടക്കാണ്ടിരിക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാം കഴിയുന്നത് പോലെ മാക്സിമം ഞാൻ ഇടാൻ ഇനി അങ്ങോട്ട് ഞാൻ യൂട്യൂബിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവണം എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ട്. അതുകൊണ്ട് എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കാം.
അപ്പം അത് പറയേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ വ്ളോഗ് എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഇത് കിട്ടിയത് ആ ഒരു പോളിട്ട സമയത്ത് ഉള്ള കൂടുതൽ ആൾക്കാരുടെ ആ ഒരു റെസ്പോൺസ്, ആ ഒരു എന്താ പറയുക, ആ ഒരു സപ്പോർട്ടീവായിട്ടുള്ള ആ ഒരു റെസ്പോൺസ് കണ്ടുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ഇടാനുള്ള ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ അടുത്ത സൈഡിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോസ്, എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അന്നേരം അതും ചെയ്യുന്ന സമയത്ത്, സപ്പോർട്ടും ഇങ്ങനെ കയറുന്ന സമയത്ത് നമുക്ക് പിന്നെയും ആ വീഡിയോ ഇടാനുള്ള ആ ഒരു എനർജി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നേരെ വൈകുന്നേരം കാണാം. അങ്ങനെ ഗൈസ്, നമ്മുടെ കലാപരിപാടിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 5 മണിയായിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ചിക്കന് നല്ല സ്ലൈസായിട്ട് പിന്നെ ഇതാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പം നേരെ നമുക്ക് അധികം ലേറ്റ് ആക്കാണ്ട്, ഓൾമോസ്റ്റ് സമയം കുറേ ആയി. അതുകൊണ്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് വേഗം അങ്ങ് കിടക്കാം. ഞാനിവിടെ അപ്പോൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാവട്ടെ. ഇതിൻ്റെ ക്ഷീണം നല്ല എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റാർട്ടിങ് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. സ്റ്റാർട്ടിങ് ഫേസ് ഒന്ന് പിന്നെ ഡള്ള് ആയിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഓൾറെഡി എണീച്ച് വന്ന പാട്, അതുകൊണ്ടെല്ലാം പിന്നെ നോമ്പിൻ്റെ ഇതെല്ലാം കൊണ്ട് ഫേസ് ഒന്ന് ഡള്ളായിനേനു. പിന്നെ അതുകൊണ്ടാണ് ഞാനതിൽ ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടത്. മേ ബി ചില ആൾക്കാർ പറയായിരിക്കും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ടാണ് വന്നിട്ട് വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്ന നോമ്പ് എടുത്തിട്ട്. പക്ഷേ ആക്ച്വലി ഞാനത് എൻ്റെ ഫേസ് അത്രയും ഡള്ളായത് കൊണ്ടാണ് ഞാൻ അതിൽ ലിപ്സ്റ്റിക്ക് ഇട്ടത്. ഇപ്പം കുറച്ച് കുളിച്ചെല്ലാം ഫ്രഷായി വന്നപ്പോൾ മുഖം എല്ലാം അങ്ങ് ഓക്കെ ആയി. പക്ഷെങ്കിൽ ഭയങ്കര ക്ഷീണം, ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡായിപ്പോയിന്. പിന്നെ അതുപോലെ തന്നെ ഫേസിൽ കുറേ പിമ്പിൾസ് കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ഗസ്റ്റ് വരുമല്ലോ. അപ്പോൾ ആ ഗസ്റ്റ് വരുന്ന പ്രമാണിച്ച് നല്ല പിമ്പിൾസ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫേസ് നല്ല കൊളായിട്ടാണുള്ളത്. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വാട്ടിയെടുക്കാം. ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ ചതച്ചതോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് സമൂസയിലാകുന്ന സമയത്ത്, സമൂസയിൽ ഉണ്ടാക്കുമ്പോൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് ബെറ്റർ. അതാകുമ്പോൾ നമുക്കങ്ങനെ എവിടെയും കടിക്കാൻ അങ്ങനെയൊന്നും കിട്ടില്ല. ചതച്ചിട്ടിടുമ്പോൾ നല്ലോണം ചതയണം, എന്നാലാണ്. അല്ലെങ്കിൽ എവിടെയെല്ലാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വാടട്ടെ. നല്ലോണം ഒന്ന് വാടുന്നവരെ നമുക്ക് അത് മൂടി വെക്കാം. അപ്പോൾ ഉള്ളി നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഉള്ളി. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ഉള്ളി നല്ല രീതിക്ക് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും സമൂസയിൽ ഉണ്ടാക്കുന്നതെല്ലാം അറിയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ ഇതിൽ നമ്മളെ മെയിൻ താരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കുന്നതാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. അപ്പോൾ അത് ഞാനെങ്ങനെ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ടൈപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഇത്ര ഇട്ടിട്ടുള്ളൂ ഞാൻ. പിന്നെ ഇതിലേക്ക് കുറച്ച്
ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ഇട്ടാലും മതിയാവില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ ഇട്ടുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഓൾറെഡി ഞാൻ ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിന്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് ഓവർ സ്പൈസി ആവാൻ പാടില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, ചില്ലി ഫ്ലെക്സ്, അതിന് പകരം ചില്ലി ഫ്ലെക്സ് ഇട്ടത്. പച്ചമുളക് കടിക്കുന്ന സമയത്ത് അതൊരു രസം ഉണ്ടാവില്ല, അപ്പോൾ ചില്ലി ഫ്ലെക്സ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, അപ്പോൾ അതിനാണ് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ചിക്കന് അത് ഫുള്ളങ്ങ് തട്ടിക്കൊടുക്കാം. ചിക്കന് വേവിക്കുന്ന സമയത്ത് അതിലേക്ക് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാനത് ചിക്കൻ വേവിച്ചിട്ടുണ്ടായത്. അത്രേ ഇട്ടിട്ടുള്ളൂ. എല്ലാം ഇട്ടിട്ട് ചിക്കൻ വേവിച്ച് നേരത്തെ വെച്ചതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. പഴംപൊരിക്ക് വേണ്ടുന്ന ബാറ്റർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാമല്ലോ പഴംപൊരിൻ്റെ ബാറ്ററിൽ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പഴംപൊരിൻ്റെ ബാറ്റർ ജസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കടുത്ത സമൂസ റോൾ ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ സമയം കുറേ ലേറ്റാകുന്നത് കണ്ടുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സംസാരിച്ച് വ്ളോഗ് എടുക്കാൻ നിന്നില്ല. പിന്നെ ജസ്റ്റ് വീഡിയോ മാത്രം എടുത്ത് പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഓൾമോസ്റ്റ് സമയം നല്ലോണം പോകുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ വെറുതെ സംസാരിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത്. ഇപ്പം ഇവിടെ പഴംപൊരി ഫസ്റ്റ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പഴംപൊരി പൊരിച്ചിട്ടാണല്ലോ പിന്നെ സമൂസ പൊരിക്കാൻ കഴിയുക. അപ്പോൾ പഴംപൊരി ഫസ്റ്റ് തന്നെ എണ്ണ ഒഴിച്ചിട്ട് പഴംപൊരി ഫസ്റ്റ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പഴംപൊരീൻ്റെ പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് പിന്നെ ഞാൻ സമൂസ വേഗം തന്നെ പൊരിച്ചിട്ട് സമൂസയും വേഗം പൊരിച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെ ഇട്ട് ആദ്യം പിന്നെ ഞാൻ 4 ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ നോക്കി വേഗം കണ്ടിട്ട്. പക്ഷേങ്കിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇട്ടിട്ട് പൊരിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ്, അങ്ങനെ എന്താ പറയണ്ടേ, മറിച്ചിടാൻ തിരിച്ചിടാനെല്ലാം ഭയങ്കര. എനിക്ക് ഈ എണ്ണേൻ്റെ ഒപ്പം എണ്ണയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്, മേത്തെല്ലാം ആവുന്നതിന് തെറിക്കുന്നതിനല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ആദ്യം മാത്രമാണ് 4 ഇട്ടിട്ട് പൊരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് നല്ലോണം ഒന്ന് പെട്ടെന്ന് പൊരിച്ചെടുത്ത് സംഭവം വേഗം ഷീറ്റെല്ലാം ഓൾറെഡി റെഡിമെയ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കഴിഞ്ഞായിരുന്നു. കാരണം നമ്മൾ ഈ ഷീറ്റെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ടാസ്ക്കായിട്ട് തോന്നുന്നത് സമൂസ. അതർവൈസ് നമ്മൾ ഷീറ്റെല്ലാം റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ സമൂസ പരിപാടി. അങ്ങനെ പിന്നെ ഞാൻ സമൂസ പിന്നെയും 3 എണ്ണമായിട്ട് വെച്ചിട്ടിട്ടെല്ലാം എല്ലാം അങ്ങനെ പൊരിച്ചെടുത്ത് അങ്ങനെ സമൂസൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടി. പിന്നെ ഞാൻ എല്ലാം കൊണ്ടുപോയിട്ട് ടേബിൾ മേലെ നല്ല അടിപൊളിയായിട്ട് നിരത്തി വെച്ച് പഴംപൊരിയും സമൂസയും പിന്നെ സമൂസക്ക് വേണ്ട സോസും പിന്നെ സംസം വെള്ളവും മുന്തിരി ബത്തക്ക പിന്നെ അതിനെന്താ പറയുക മറ്റേ ഈത്തപ്പഴം അതന്നെ, പിന്നെ ജ്യൂസിൻ്റെ ഗ്ലാസ്സും. പിന്നെ ജ്യൂസ് പിന്നെ തണുപ്പ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പം എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജ്യൂസും തണുത്ത വെള്ളവും ബാങ്ക് കൊടുത്ത സമയത്ത് എടുത്ത് വെച്ച്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മൾ പിന്നെ വേഗം നോമ്പ് തുറക്കുന്നതിൽ പോയി. ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോക്കസ് ചെയ്തതും പിന്നെ അതിൻ്റെ ഇടയിൽ ഓൻ കളിക്കുന്നത് ഒരു വീഡിയോയിൽ വരാൻ കുറവായിട്ടാണ് ഈ ചോടും എല്ലാം ചെയ്യുന്നത്. എല്ലാവരും പിന്നെ വെള്ളമാണല്ലോ ഏറ്റവും കൂടുതൽ മെയിൻ ഫോക്കസ് ചെയ്യുക. വെള്ളത്തിലായിരിക്കുമല്ലോ എല്ലാവർക്കും ഒരിതുണ്ടാകുക, ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, കുടിക്കാനെല്ലാം ആഗ്രഹിക്കുക. അങ്ങനെ വെള്ളം വേഗം എടുത്തിട്ട് അതങ്ങനെ എടുത്ത് കുടിച്ച്. ആ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ലേ, വേറെ ഒന്നിനും കിട്ടൂല. അത്ര ഇതായിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ അറ്റ് ലാസ്റ്റ് വേറെ ഫീലാണ്. അങ്ങനെ പിന്നെ അടുത്ത ജ്യൂസ് കുടിക്കാൻ എടുത്ത ജ്യൂസെല്ലാം ഞാൻ ഒഴിച്ച് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ജ്യൂസ് അടിപൊളിയായിരുന്നു, സീനായിരുന്നു. ജ്യൂസും അങ്ങനെ കുടിച്ച്. പിന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജ്യൂസിൻ്റെയോ പിന്നെ സമൂസയുടെയും പഴംപൊരിയുടെയും എല്ലാം റിവ്യൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു കഴിക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, സൂപ്പറായിരുന്നു. ഗൈസ്, ഈ ജ്യൂസ് ഉണ്ടാക്കിയത് ഈ പൊട്ടനാണ്. സംഭവം ജ്യൂസ് ഓക്കേണെന്ന് വെച്ചാൽ ഓക്കെയാണ്, കുറച്ച് മധുരം കുറഞ്ഞു, പക്ഷെ നല്ലതാ. മധുരം കുറഞ്ഞാൽ നല്ലതാ. അതും ശരിയാണ്. പറയാ എണ്ണക്കടി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എണ്ണക്കടി തിന്നാൻ പാടില്ല, ഭയങ്കര ബാഡാത്. ഫ്രൂട്ട്സാണ് നല്ലതെന്ന് ഇപ്പോൾ 5ാമത്തെ 6ാമത്തെ സമൂസ പറ്റും തിന്നിട്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്നത്. എന്തല്ല ഓരോരാൾ. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സമൂസേൻ്റെയും പഴംപൊരിൻ്റെയും റിവ്യൂ പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. എല്ലാം കറക്റ്റാണ്, ഒന്നും കൂടുതലല്ല, എല്ലാം കറക്റ്റാണ്.
നേരത്തെ ഒരാള് ഫ്രൂട്ട്സ് ആണ് നല്ലത് ആരോഗ്യത്തിൽ എന്ന് പറഞ്ഞാളെ കൈ ഇതാ. ഇപ്പൊ ഫ്രൂട്ട്സിലേക്ക് സമൂസന്റെ ഇങ്ങനെ കൈ ഇങ്ങനെ പറ്റി ഇങ്ങനെ വരുന്നേനു. അപ്പൊ റിവ്യൂ, സമൂസ ആവട്ടെ കറക്റ്റ് എരിവും കറക്റ്റ് ഉപ്പ് എല്ലാം കറക്റ്റ്. പഴംപൊരി ആവട്ടെ കറക്റ്റ് മധുരവും എല്ലാം അടിപൊളി. എനിക്ക് പിന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിൽ ഭയങ്കര കഴിവാണ്. ബാക്കിയൊന്നിലില്ലെങ്കിലും ഇതിൽ ഭയങ്കര കഴിവാണ്. അപ്പോൾ നിങ്ങളെല്ലാം വീട്ടിൽ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബിലോ. ഞാൻ ഒന്ന് തിന്നെടുത്ത് ഇറങ്ങാറാക്കത്തോണ്ട് ഞാൻ അത് കാണിച്ചു തരുന്നില്ല. അവൻ തിന്നോട്ടെ. സമൂസയാണ് അവൻ തിന്നോണ്ടിരിക്കുന്നത്. കഴിച്ചോട്ടെ പാവം. ഞാൻ നേരത്തെ സമൂസ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് സമയം വെറുതെ നോക്കുമ്പോൾ 6 മണിയാകാൻ പോകുന്നല്ല 5 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു 1 മണിക്കൂർ എൻ്റെ മുന്നിലുള്ളൂ. ഞാൻ വെച്ചാവൂല ഒന്നും, എല്ലാം ഒന്ന് ഡിലേ ആവും. ബാങ്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ആവുന്നില്ല. അങ്ങനെ അതെല്ലാം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് പെട്ടെന്ന് ഞാൻ വേഗം പിന്നെ സമൂസ ഷീറ്റ് മടക്കുന്ന സമയത്തേക്ക് നോക്കുമ്പോൾ 6 മണിയാവാൻ പോകുന്നു. അപ്പോഴും എനിക്ക് പേടിയായി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം വോയിസ് സംസാരിക്കണമെന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയിട്ട് ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തത്. കാരണം പക്ഷേങ്കിൽ എല്ലാം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എല്ലാം കറക്റ്റ് സമയത്ത് സെറ്റായിന്. അതും എൻ്റെ ഒരു കഴിവാണ് അല്ലേ. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടും ഒന്നും കുളമായി പോയിട്ടൊന്നുമില്ല. അപകടം പറ്റുള്ളൂ. അതെന്താ കുളമായിപ്പോക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓൾ സെറ്റ് ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം എത്രയായി പോയിട്ട്? ഏകദേശം എത്ര ദിവസമായി? 20 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ മാതാശ്രീ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി കഴിക്കുകയാണ്. പറ ജനുവൻ റിവ്യൂ. അടിപൊളി, സൂപ്പറാ. എന്നാലും എന്തെങ്കിലും കുറവ് കൂടുതൽ പൊന്തിയിട്ടില്ല. അതൊന്നും ഇങ്ങനെ അതൊന്നും നല്ല ക്രിസ്പില്ല. അങ്ങനെ പിന്നെ ഉമ്മ പഴംപൊരി സമൂസയെല്ലാം കഴിച്ച് നല്ല അടിപൊളി അഭിപ്രായമെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഉമ്മ വരുന്ന സമയത്ത് നല്ല അടിപൊളി കല്ലുമ്മക്കായി കൊണ്ടുവന്നിരുന്ന് അങ്ങനെ അതെല്ലാം നല്ലോണം വേപ്പിച്ചെടുത്ത് സെറ്റാക്കി. പിന്നെ അതിലേക്കുള്ള മസാല മിക്സാണ് സെറ്റാക്കാൻ പോയത്. ചെറിയ ഉള്ളി എടുത്തിന്, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം നല്ലോണം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. പിന്നെ അതിന് മുന്നേ തന്നെ ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളതിൽ കുറച്ച് എന്തിടും, മറ്റേ ഇതില്ലേ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾ പൊടി, ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഉപ്പും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്ത് നല്ല സെറ്റാക്കിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ എടുക്കണം. ഒരു സാധനം കൂടി പറയാൻ മറന്നു, അതിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കും. ഒരു പുളിക്ക് അതിനെല്ലാം വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. അങ്ങനെ അത് നല്ല ഫൈൻ രൂപത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് ഇതായിരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുക. പിന്നെ അതിൽ വേണമെങ്കിൽ ഇച്ചിരി ക്രിസ്പിനെസ് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് അരിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ലോണം അതിലേക്ക് നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ അത് നല്ലോണം അതിലേക്ക് തട്ടി കൊടുക്കാം. എന്നിട്ട് നല്ലോണം മസാല മിക്സ് ആക്കി എടുക്കണം. നല്ല കല്ലുമ്മക്കായായിരുന്നു, നല്ല ഇറച്ചിയുള്ള, നല്ല ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഇറച്ചിയുള്ള തന്നെ അടിപൊളി കല്ലുമ്മക്കായായിരുന്നു. അങ്ങനെ വേപ്പിക്കുന്ന ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അരി പൊതുത്ത് വെച്ചിട്ട് ആ അരി എടുത്ത് അരക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല, അതുകൊണ്ട് അത് നിങ്ങൾ ഇതാക്കി വെച്ചേക്കുക. അങ്ങനെ പിന്നെ ആ ഒരു മഞ്ഞ കിട്ടുന്നത് മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് തോന്നുന്നു, അങ്ങനെ മഞ്ഞ കളർ കിട്ടുന്നത്. അങ്ങനെ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്ത് അങ്ങനെ പിന്നെ കല്ലുമ്മക്കായി ഓരോന്നോരോന്നായി വെച്ചിട്ട് പൊരിച്ചിട്ട് നല്ല ഉഷാറായിട്ട് പൊരിച്ചിട്ട് ഇങ്ങെടുത്ത് കല്ലുമ്മക്കായിൽ അങ്ങനെ സെറ്റായി. വേഗം തന്നെ ഒട്ടും ക്ഷമയില്ലാണ്ട് വേഗം തിന്നാൻ ഓടിപ്പോയി തിന്ന്. കല്ലുമ്മക്കായി എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി കല്ലുമ്മക്കായി, അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാം കൊണ്ടും എല്ലാം കറക്റ്റായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കല്ലുമ്മക്കായി. അങ്ങനെ ഗൈസ് സക്സസ്ഫുള്ളി ഒരു നോമ്പ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഫുഡ് കഴിക്കലും നോമ്പ് ഓർക്കലും ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി പോയിട്ട് കിടന്നുറങ്ങുക, അത്താഴത്തിന് എണീക്കുക, അടുത്ത നോമ്പ് എടുക്കുക, അടുത്ത പരിപാടികൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് പരിപാടി അതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു നോമ്പിൻ്റെ ഒരു വിശേഷം. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു റമദാൻ വ്ളോഗ് ഞാൻ മാക്സിമം ഇടാൻ നോക്കാം. മാക്സിമം ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കാം. വ്ളോഗായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓരോ തിരക്ക് വരുമ്പോഴാണ് ഓഫീസിൽ പോകണം, അവിടെ മാനേജ് ചെയ്യണം, അങ്ങനെയെല്ലാം വരുമ്പോഴാണ് എനിക്ക് ടാസ്ക്കായി വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഷോർട്സ് ആയിട്ടെങ്കിലും ഞാൻ ഓരോരോ ക്ലിപ്സ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വിശേഷം അതെല്ലാമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും ഇന്നത്തെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്നെല്ലാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ.
അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാൻ മൈക്ക് വെച്ചിട്ടുള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് ലോ ആയിരിക്കും. പിന്നെ വേറെന്താ പറയാനുള്ള ഇത്രയൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും 30 നോമ്പ് നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കുക. ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് സെറ്റായിട്ട് ആരോഗ്യപരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. ഹാപ്പി ആയിട്ട് എപ്പോഴും നല്ല പീസ്ഫുൾ മൈൻഡിൽ ജീവിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊന്നും മൈൻഡാക്കാണ്ട് ഒരു അടിപൊളി പീസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുക. ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അങ്ങനെ തന്നെയാണ്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലോ ഈ ഒരു മാസം എന്ന് പറയുന്നത് അത്രയും ഒരു എന്താ പറയേണ്ട മൈൻഡ് പീസ്ഫുൾ ആക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ഞാൻ ചിലപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ ചാൻസ് ഉണ്ടാവും. ഗൈസ്, നിങ്ങൾക്ക് ഇനി എൻ്റെ മോട്ടിവേഷൻ ഇതെല്ലാം കേൾക്കണമെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മോട്ടിവേഷനായിട്ട് ഒരു വീഡിയോ പോലെ ഷോർട്സ് ആയിട്ടോ ഇതായിട്ടോ വ്ളോഗായിട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും. ഞാനൊരു വലിയൊരു അടിപൊളി മോട്ടിവറാണ്. അപ്പോൾ വെറുതെ അപ്പോൾ അത്രയേ ഉള്ളൂ. കുറേ അപ്പം പറഞ്ഞു. അപ്പോൾ ഞാൻ അധികം ലാഗാക്കാണ്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ടാറ്റ.